മൂർത്തിയുടെ പ്രധാന ഇരിപ്പിടമായ ശ്രീകോവിലിൽ താന്ത്രികാചാര്യൻ തന്റെ മന്ത്രോപാസനകൾ കൊണ്ട് മൂർത്തിയെ ആരാധിക്കുമ്പോൾ പുറത്ത് സോപാനത്തിൽ ഒരു ഭക്തൻ ചെയ്യുന്ന നാദോപാസനയാണ് കൊട്ടിപ്പാടി സേവ അഥവാ സോപാന സംഗീതം. കൊട്ടിപ്പാടി മൂർത്തിയെ സേവിക്കുക എന്നുള്ളതാണ് സോപാന ഗായകന്റെ ധർമ്മം. താന്ത്രികാചാര്യൻ തന്റെ മന്ത്രോപാസനകളെ കൊണ്ട് മൂർത്തിയെ ആരാധിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ സോപാന സംഗീതത്തിൽ ഗുരുനാഥൻ പറഞ്ഞു തരുന്നത് ഏത് മൂർത്തിയാണോ ആ മൂർത്തിയെ പാടി സ്തുതിക്കണം. ഭക്തിരസമാണ് പ്രധാനമായിട്ടുള്ള രസം. ആലാപനത്തിന്റെ കേരളത്തിൽ കൊണ്ട് അല്ലെങ്കിൽ രാഗങ്ങളുടെ ഇതെല്ലാം ഭക്തിയും സന്തോഷവും സങ്കടവും എല്ലാം വരും. എങ്കിൽ തന്നെ പ്രധാനമായിട്ടും ഭക്തിരസത്തിലൂടെ മാത്രം കടന്നു പോകുന്ന, അതായത് ആലപിക്കുന്ന ഗായകനും അത് ശ്രമിച്ചിരിക്കുന്ന ഭക്തർക്കും കേൾവിക്കാർക്കും ഒരേപോലെ മൂർത്തിയോട് അടുക്കുന്നതിനുള്ള മാർഗമായിട്ടാണ് സോപാന സംഗീതം കാണുന്നത്. ശ്രീകോവിലിന് അടുത്തുള്ള കാര്യം പറയുമ്പോൾ ആചാര്യന്മാരുടെ അന്വേഷിച്ച അറിവ് വെച്ചിട്ടാണ് കൂടുതലായിട്ട് താന്ത്രികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പറയാൻ അറിയില്ലെങ്കിൽ തന്നെയും ആ ഒരു ഉപാസന ചെയ്യുന്നതും അതാത് മൂർത്തിയെ ഭജിച്ചുകൊണ്ടുള്ള പൂജയാണെന്നാണ്. അങ്ങനെ ഒരു അറിവാണ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു മൂർത്തിയെ ഭജിച്ചുകൊണ്ടുള്ള പൂജകൾ അടുത്ത് നടക്കുമ്പോൾ പുറത്ത് നടത്തുന്ന സോപാനകാര്യം ചെയ്യുന്നതും അതാത് മൂർത്തിയെ പൂജിച്ചുകൊണ്ടുള്ള ഗീതങ്ങളും എല്ലാം തന്നെയാണ്. അവിടെ തന്നെ പൂജയുമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് സ്പഷ്ടമായിട്ട് കാണാം. അതായത് ഏത് മൂർത്തിയാണോ ആ മൂർത്തിയെ സ്തുതിച്ചുകൊണ്ട് മൂർത്തിയെ സ്തുതിച്ചുകൊണ്ടുള്ള മന്ത്രോപാസനകൾ അകത്ത് നടക്കുമ്പോൾ മൂർത്തിയായിട്ട് നടക്കുമ്പോൾ പുറത്ത് സോപാന ഗായകനും അതാത് മൂർത്തിയെ സ്തുതിച്ചുകൊണ്ട് തന്നെയാണ് പുറത്ത് പാടുന്നത്. സോപാന സംഗീതം പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും മൂർത്തി ഭേദമനുസരിച്ച് പാടണം. വൈക്കത്തപ്പനെ അറിയിച്ചു ലാലിക്കനെ സ്തുതിച്ചുകൊണ്ട് പാടിക്കഴിഞ്ഞാൽ പാടുന്ന ആൾക്കോ അത് ശ്രമിക്കുന്ന ആൾക്കോ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് വൈക്കത്തപ്പനെ ഉള്ളിൽ ചെന്നാൽ വൈക്കത്തപ്പനെ സ്തുതിച്ചുകൊണ്ട് പാടണം. അത് മാത്രമല്ല, മൂർത്തിയെ കണ്ട് പാടണമെന്നാണ്. ആ മൂർത്തി സങ്കല്പത്തിൽ നമ്മൾ കണ്ണടച്ച് പാടുമ്പോൾ മൂർത്തിയെ കണ്ടുകൊണ്ട് പാടണം. വർണ്ണനകളോ സ്തുതികളോ എന്താണെങ്കിൽ തന്നെ മൂർത്തിയെ കണ്ട് പാടണം. ഇത്രയും പറഞ്ഞു തരുമ്പോൾ തന്നെ ചടങ്ങുണ്ട്. തൃസ്ഥാനം പിടിച്ച് ഗണപതി കൊട്ടണം. ഈ തൃസ്ഥാനം പിടിക്കുന്നതെന്ന് പറയുന്നത് സപ്തസ്വരത്തിലെ 3 അക്ഷരങ്ങൾ, 3 സ്വരസ്ഥാനങ്ങൾ നമ്മൾ ഇടയ്ക്കേടെ ശബ്ദത്തിന് നമ്മളത് ചെയ്യുന്നുണ്ട്. അതായത് ഈ സ്വരങ്ങളുടെ ഷഡ്ജം, അത് കഴിഞ്ഞ് പഞ്ചമം പാ, മേൽഷഡ്ജം സാ, ഇങ്ങനെ സാ പാ സാ. ഈ 3 സ്വരസ്ഥാനങ്ങളെ നമ്മൾ ഒരു ചൊൽക്കെട്ടിന്റെ സഹായത്തോടു കൂടി ഇടയ്ക്കയിലേക്ക് കൊട്ടണം. അത് ഞാൻ പറയുന്നത് സോപാന സംഗീതത്തിനായി നടയടച്ചു കഴിഞ്ഞാൽ സോപാന ഗായകം ചെയ്യേണ്ടുന്ന കുറച്ച് ചിട്ടവട്ടങ്ങൾ. തൃസ്ഥാനം പിടിച്ച് ഗണപതി കൊട്ടണമെന്നാണ് പറയുക. അപ്പൊ ഇതിനായിട്ട് ചൊൽക്കെട്ട് നമ്മൾ ഇതെല്ലാം ആചാര്യഭാഷത്തിലൂടെ നമ്മൾ പിന്തുടർന്നു വരുന്ന കാര്യങ്ങളാണ്. അതായത് ഷഡ്ജം, പഞ്ചമം, മേൽഷഡ്ജം. അതില് പഞ്ചമം, മേൽഷഡ്ജം, പഞ്ചമം, കീഴ്ഷഡ്ജം എന്നുള്ള രീതിയിലാണ് ഇടയ്ക്കയില് സ്വരസ്ഥാനം കൊട്ടുവയ്ക്കേണ്ടത്. പഞ്ചമം ഇനി മേൽഷഡ്ജം കീഴ്ഷഡ്ജം
തേൻ 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 തേൻ. ഇനി 3 സ്വരസ്ഥാനങ്ങൾ കാണിക്കണം. തേൻ തേൻ തേൻ. ഇത്രയും ഇടയ്ക്കയിൽ പൊട്ടണം. ഇത്രയും ശബ്ദമാറ്റം, അതായത് ഇടയ്ക്കയുടെ ചലനം കൊണ്ട് ശബ്ദമാറ്റം സൃഷ്ടിക്കാൻ സാധിക്കും. ഇത്രയും ശബ്ദങ്ങൾ ഇടയ്ക്കയിൽ പൊട്ടിയതിന് ശേഷം ഗണപതി പൊട്ടുക എന്നൊരു ചടങ്ങാണ്. അപ്പൊ ഇതെല്ലാം ഇപ്പോൾ സ്വരസ്ഥാനങ്ങൾ വന്നു, അതൊരു സരസ്വതി സങ്കല്പമായി. വീണ്ടും നമ്മൾ ഈ വാദ്യവിശേഷങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും അത് പ്രയോഗിക്കുമ്പോഴെല്ലാം ഗണപതി സ്തുതിയോട് ഗണപതി കൊട്ടി തുടങ്ങുക. പഠനത്തിലാണ് കൂടുതലായിട്ട് ഗണപതി തുടങ്ങാം, ഗണപതിയോട്ട് അവസാനിക്കും. ഇതെല്ലാം ഗണപതി സങ്കല്പത്തിൽ വരുന്നതാണ്. നമ്മൾ കൊട്ടാൻ തുടങ്ങുമ്പോൾ ഭഗവാനോട് പറയാം, നമുക്കിത് കൊട്ടാനുള്ള ആ ഒരു പ്രാപ്തി ഉണ്ടാക്കി തരണേ എന്നെല്ലാം നമ്മൾ സങ്കല്പിച്ചു കൊട്ടുന്ന ഗണപതി കൊട്ടി നിർത്തുമ്പോൾ നമുക്ക് തുടങ്ങാൻ വീണ്ടും ഇത് പഠിക്കാനുള്ള അവസരത്തിൽ ഗണപതി ഇതെങ്ങനെ ഒരു സങ്കല്പത്തിലേക്ക് പോകുന്നതാണ്. അപ്പൊ നമ്മൾ ക്രിസ്താനം കൊട്ടുന്ന സരസ്വതി സങ്കല്പത്തിലേക്ക് വന്നു, സംഗീതമായിട്ട് ബന്ധപ്പെടുത്തി വന്നു. ഈ ഒരു ഗണപതി, അതായത് വീണ്ടും ഗണപതി കിട്ടത്താക്കി തേൻ കൂ തേൻ കിട്ടത്താക്കി തേൻ കൂ തേൻ കിട്ടത്താക്കി തേൻ കൂ തേൻ കൂ തേൻ. ഇത്രയും നമ്മൾ കൊട്ടി വയ്ക്കണം. നടയടച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കതോളത്തിട്ട് ആദ്യം പ്രസ്ഥാനം പിടിച്ച് ഗണപതി കൊട്ടി വെക്കണം. ഇതെല്ലാം അപ്പോഴെല്ലാം അവിടെ ഒരു മൂർത്തിയുടെ ഒരു സങ്കല്പവും ചൈതന്യം അവിടെ വന്നു. വീണ്ടും സ്വരസ്ഥാനത്തിലേക്ക് പഞ്ചമസ്തുതി വിളിച്ച് കൊട്ടണമെന്ന് പറയാം. അതിൻ്റെ ആദ്യമായി പഞ്ചമസ്തുതി വിളിച്ച് നമ്മൾ സ്തുതി പിടിക്കാനായിട്ട് അങ്ങനെ കൊട്ടി തുടങ്ങുന്ന സമയത്ത് വീണ്ടും സോമാനസനത്തിലേക്ക് കിട്ടയിലേക്ക് വരണം. ആദ്യമായിട്ട് ഉഷപൂജ, അതായത് ഉഷപൂജ, പൂജ, പന്തീരടി, ഉഷപൂജ, ദിവാരാധന, അത്താഴപൂജ ഇങ്ങനെ വരുന്നുണ്ട്. ഉഷപൂജ ആദ്യത്തെ ഒരു പൂജ ഉഷപൂജ. സാധാരണയായിട്ട് ക്ഷേത്രങ്ങളിൽ ഉഷ നിവേദ്യം അതുകൊണ്ടും ചുരുങ്ങിയ ചില സ്ഥലങ്ങളിൽ മാത്രം ഉഷപൂജയായിട്ടുണ്ട്. നമ്മുടെ സോപാന സംഗീതത്തിന് ചിട്ട പറയും ഉഷപൂജ പോലെ തുടങ്ങണം. ഉഷപൂജയ്ക്ക് ദേശാക്ഷി രാഗത്തിൽ ധ്യാനി എന്ന് പറയുന്ന 8 വരിയുള്ള ഒരു സ്തുതിപ്പ്, ധ്യാനി എന്നും പറയാറുണ്ട്, ധ്യാനി എന്നും പറയാറുണ്ട്, 2 ഭാഷയുണ്ട്. ആ ധ്യാനിയുടെ രാഗം, അതായത് ആചാര്യന്മാർ പറഞ്ഞു നിൽക്കുന്നത് ഇന്ന രാഗത്തിന് അതിന് ശ്രീകണ്ഠി രാഗത്തിൽ ചെമ്പടതാളത്തിൽ ത്യാണി പാടണം. അതിനുശേഷം ആ സമയബന്ധിത രാഗങ്ങളിലെ കീർത്തനങ്ങൾ പാടണം എന്ന് പറയാം. അപ്പോൾ ഞാൻ ഇനി അതിൻ്റെ ഒരു ത്യാണി, ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ പൂജകൾക്കുള്ള ത്യാണികളെ കുറിച്ച് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് 2 വരി പാടി അതിനുള്ള ഇടയ്ക്കാക്കൂറിനെ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്.
ഇതുമായിട്ടുള്ള ബന്ധമാണ് എൻ്റെ വിഷയമെങ്കിലും ബന്ധം എന്ന് പറയുന്നത് നമ്മൾ പൂജകം അകത്തിരുന്നുള്ള മന്ത്രോപാസനയുടെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ പുറത്ത് സോപാന ഗായകൻ പാടുന്നതും രണ്ടും ഒരേ പ്രവൃത്തിയാണെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കാണിക്കുന്നുള്ളൂ. തുടർന്നുള്ള നമുക്ക് പറയുന്ന സോപാന സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയാനാണ്. അതുകൊണ്ടാണ് ഓരോ പൂജയുമായിട്ട് പറയുന്നത്. അടുത്ത ശ്രീകണ്ഠി രാഗം എന്ന് പറയുന്നത്, ശ്രീകണ്ഠി രാഗത്തിലുള്ള ത്യാണി എതിർത്ത പൂജയ്ക്ക് പാടണം. ഇതും ആചാര്യഭാഷ്യം. അതെല്ലാം നമ്മൾ തുടർന്ന് വരുന്നുണ്ട്. ശ്രീകണ്ഠി രാഗത്തിലുള്ളത് ക്ഷീരാംബുധി കൂടി കൊണ്ടവരെ ജയ കിഴുമേനുലകം അളന്നവരെ ജയ കാണാകുന്ന ചരാചരമോക്കവേ താനാകുന്ന പരം പൊരുളേ ജയ രാഘവ രൂപമിയെന്നവരെ ജയ രാക്ഷസ വംശമരൂപവരെ ജയ രാമമുകുന്ദ മനോഹരരെ ജയ രാമമംഗലമർന്ന നരസിംഹ ജയ. എതിർത്ത പൂജയ്ക്ക് ശ്രീകണ്ഠ രാഗത്തിലുള്ള ത്യാണി ഇപ്പോൾ രാമമംഗലമർന്ന നരസിംഹ ജയാന്ന പാടിയത്. ഇതേ പാടുള്ളൂ എന്നില്ല. ശ്രീകണ്ഠി രാഗവും അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഇത് പാടിയത് ചെമ്പട താളത്തിലാണ്. ചെമ്പട താളത്തിലുള്ള ഇടയ്ക്കാക്കൂറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശ്രീകണ്ഠി രാഗത്തിന്, അതായത് ഇന്ന പൂജയ്ക്ക് ഇന്ന രാഗം എന്നുള്ള ആ ഒരു നിഷ്ഠയാണ് നമ്മൾ പരിപാലിക്കാറുള്ളത്. അതിലുള്ള ത്യാണികൾ, അതായത് ദേവനെ സ്തുതിച്ചുകൊണ്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആലപിക്കാം. സാധാരണയായിട്ട് ഇപ്പൊ ഇത് പാടിയെന്നേ ഉള്ളൂ. തുടർന്ന് വരുന്ന പൂജ പന്തീരടി പൂജ. ആ പന്തീരടി പൂജയ്ക്ക് നളത്ത രാഗം ഇതെല്ലാം ഇപ്പോൾ കൂടുതലായിട്ട് പ്രയോഗിച്ച് കാണുന്ന അല്ലെങ്കിലും ഇതെല്ലാം ആചാര്യന്മാരുടെ പണ്ടത്തെ അവർ ചിന്തകളിലൂടെ സഞ്ചരിച്ച് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ പറയുന്ന രാഗങ്ങളൊന്നും അധികമായിട്ട് പ്രയോഗിച്ച് കാണുന്നില്ല. എങ്കിൽ തന്നെ സോപാന ശൈലിയിൽ നളത്ത രാഗം, അതായത് പന്തീരടിപ്പൂയ്ക്ക് നളത്ത രാഗത്തിൽ ത്യാണി പാടിയതിനു ശേഷം രൂപകതാളത്തിലുള്ള ത്യാണി പാടണം. രൂപകതാളം പിടിച്ച് പാടണം. അതിനോടനുബന്ധിച്ച് രൂപകതാളത്തിൽ ഇടയ്ക്ക് ആ കൂറ് കൊട്ടണം. ഇത്രയും പറയുന്നു. അപ്പം നളത്ത രാഗത്തിലുള്ള പന്തീരടി പൂജയുടെ ഒരു ത്യാണിയെ ഞാൻ പാടാം. കുടിയും കൂട തഴയും നല്ല ചമരീകളും വിലസി ഗുണമുള്ളോരോ കുഴലും വിളിച്ചരയാലൂടെ മുകളിൽ കടും മഞ്ഞളിൽ പിഴിഞ്ഞിട്ടുള്ളോ ഉടയാടയും ഉടലിൽ കരിക്കാർ മുകിൽ മറതേടിയ തിരുമേനിത തൊഴുന്നേ. ഇത് നളത്ത രാഗം എന്ന് പറഞ്ഞ് നമുക്ക് പാടി സന്ധിക്കുന്നു. നമ്മൾ പന്തീരടി പൂജയോട് അനുബന്ധിച്ച് നളത്ത രാഗത്തിൽ പാടുന്നു. രൂപകതാളത്തിലെ ഇടയ്ക്കാക്കൂറ് കൊട്ടണം. ഇതേപോലെ തന്നെയാണ് ഉച്ചപൂജയ്ക്ക് മലഹരി രാഗത്തില് ത്യാണി. അതിനോടനുബന്ധിച്ച് ഇതേ താളത്തിൽ രൂപകതാളത്തില്, അതായത് മലമാതിന്നു തനയൻ നല്ല മതവാരണ മുഖവൻ പല പോരിലും മധുരം കൊതി പെരുകും കൂട വയറൻ കലയായുള്ള കവിമാലകൾ പുകഴ്വാര
ദയാഗണം ഗണനായകൻ അതിനൻ പോടു തൊഴുന്നേ. ഈ ത്യാണി ഇപ്പൊ പാടിയത് ഗണപതി സ്തുതിയെ പാടിയത്. അപ്പൊ ചിലപ്പോൾ ഒരു സംശയം തോന്നിയേക്കാം, ഉച്ചപ്പൂക്ക് ഗണപതി സ്തുതിയുടെ ത്യാണിയാണോ? അങ്ങനെയല്ല, ഗണപതിയുടെ ഒരു സ്തുതിയുള്ള ഒരു ത്യാണി പാടിയെന്ന് മാത്രമേ ഉള്ളൂ. അതാത് ദേവന്മാരെ കുറിച്ചുള്ള ത്യാണികൾ നമുക്കറിയാമെങ്കിൽ ആ ത്യാണികളും ഇതേ രാഗത്തിൽ, അതായത് രാഗത്തിനും ഇടയ്ക്കാക്കൂർ താളത്തിനുമാണ് പ്രാധാന്യം ത്യാണി പാടുന്നതിനെന്നാണ്. വേറെ ത്യാണികൾ അതാത് മൂർത്തികളെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ആലപിക്കാം. എങ്കിൽ ഇപ്പോൾ ഞാൻ ഇന്നതാണെന്നും പറഞ്ഞൊരു ഗണപതി സ്തുതിയെ പാടിയത്. ഇത്രയും ഉച്ചപൂജയുടെ വരെ എത്തി. അതിനോടനുബന്ധിച്ചപ്പോൾ നമ്മൾ ആ ദേശാക്ഷി രാഗത്തിലെ ത്യാണി ഉഷപ്പൂജയുടെ പാടി. അപ്പോൾ അതിൻ്റെ കൂറ് കൊട്ടണം എന്ന് പറഞ്ഞു. ആ കൂറ് കൊട്ടണം എന്ന് പറഞ്ഞു. അതായത് ദശാക്ഷി രാഗത്തിൽ നമ്മൾ ത്യാണി പാടിയതിന് ശേഷം അതേ താളത്തിൽ കൂറ് കൊട്ടണം എന്നുള്ളൊരു ചിട്ടയും നമ്മൾ പറഞ്ഞു. എല്ലാം നിങ്ങളിലേക്കൊന്ന് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കടമ. അപ്പോൾ നമ്മൾ ത്യാണി പാടിയത് മതികാല മുടിതന്നിൽ മേവിന മാതംഗ മുഖ നാഗഭൂഷണ മതിതന്നിൽ നിനചന്തിൽ നിൻ പാദം ഇതകനിവോടു കൂക്കുന്നേ. ഇങ്ങനെ ത്യാണി പാടി. ഇപ്പൊ ഇത് ത്രിപുട താളത്തിലാണ്. ത കി ത ത ക ധി മി, ഇങ്ങനെ ത്രിപുട താളം. ഇതില് അടുത്തതായി ഇടയ്ക്കവാദകൻ സോപാന സംഗീത ഗായകൻ ചെയ്യേണ്ടതും ഇടയ്ക്കയിൽ കൂർ ത്യാണി പാടിയതിനു ശേഷം ഇടയ്ക്കയിൽ കൂറ് കൊട്ടണം എന്നാണ്. അതിനൊരു ചൊൽക്കെട്ടുണ്ട്. അതായത് തത്തേങ്കുത്തേങ്കുക്കു തത്തേങ്കുത്തേങ്കുക്കുത്തേം തത്തേങ്കുത്തേങ്കുക്കു തത്തേങ്കുത്തേങ്കുക്കുത്തേ, ഇങ്ങനെ ഒരു ഇടയ്ക്കാക്കൂറ് ഇടയ്ക്കാ ചൊൽക്കെട്ട് അതിനായിട്ട് നമ്മൾ കൊട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കാണാം. ഇടയ്ക്ക് ത്രിപുട താളത്തിൽ, അതായത് നമ്മൾ ത്യാടി പാടിയതിനു ശേഷം ഇടയ്ക്കാ കൂറ് കൊട്ടുന്നത്. ഇങ്ങനെ ഒരു ചൊൽക്കെട്ട് കുറെ അധികമുള്ളൊരു ചൊൽക്കെട്ട് 4 ഘട്ടങ്ങളിലായിട്ടും പിന്നെ അതിന്റെ തീറുകൊട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതും സോപാന സംഗീതത്തിന്റെ നടയടച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗത്തിന്. ഇനി തുടർന്ന് വരുന്ന സമയബന്ധിത രാഗങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഉഷപൂജയുടെയാണ് നമ്മൾ നോക്കിയത്. മധുകരം കൂടി വന്നു ഈ ഉഷപൂജയുടെ. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് നമ്മൾ ആ മൂർത്തിയെ സ്തുതിച്ചൊന്ന് പാടാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മൾ ഭൂപാളത്തിൽ നമ്മൾ പാടാൻ വെളുപ്പിലുള്ള രാഗമായതുകൊണ്ട് ഭൂപാളം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് പാടിക്കഴിഞ്ഞാൽ നട തുറന്നതിന് ശേഷം ഒന്ന് കാര്യം പറയാം. ഇടയ്ക്കാക്കൂറ് ത്യാണി പാടി ഇടയ്ക്കാക്കൂറ് കൊട്ടിക്കഴിഞ്ഞു. തുടർന്ന് ഏത് മൂർത്തിയാണോ ആ മൂർത്തിയെ സമയബന്ധിത രാഗങ്ങളിലൂടെ കടന്നു പോകണം. അപ്പോൾ വെളുപ്പിന് ഉഷപൂജയുമായി ബന്ധപ്പെട്ട് ഭൂപാള രാഗത്തിൽ
ഗണജാലവും സുഖബോലവും ചന്ദ്രമൗലേ ചന്ദ്രമൗലേ ഇങ്ങനെ സമയബന്ധിത രാഗങ്ങൾ എന്നുള്ള ചിട്ടയിൽ നമ്മൾ രാവിലത്തെ ഉഷപൂജ വെളുപ്പിനുള്ള പൂജ ആയതുകൊണ്ട് ഉഷപൂജയുടെ ത്യാണിവാടി അതിനെ കൂറ് കൊട്ടി ഒരു ഭൂവാള രാഗത്തിൽ, അതായത് ഇന്ന പൂജ സമയത്ത് ഇന്ന സമയബന്ധിത രാഗങ്ങളെന്ന് നമ്മൾ ഇതെല്ലാം ആചാര്യ ഭാഷ്യമാണ്. അങ്ങനെയുണ്ട്. അതിന് ആ രാഗങ്ങൾക്ക് പ്രൗഢിയുണ്ട്. ഓരോ രാഗങ്ങൾക്കും ഓരോ സമയത്തിനുള്ള പ്രൗഢിയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിട്ടയിലൂടെ കടന്നു പോകണം. നട തുറന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് തീറ് കൊട്ടി അവസാനിപ്പിക്കണം. അപ്പം ഇത്രയുമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇടയ്ക്ക സോപാന ഗായകന്റെ ചിട്ടവട്ടങ്ങൾ. ത്രിസ്ഥാനം, ഗണപതി, ത്യാണി, ഇടയ്ക്കാക്കൂറ്, ഏത് പൂജയാണോ അല്ല ഏത് പൂജയ്ക്കാണോ ഏത് മൂർത്തിയാണോ ആ മൂർത്തിയെ സ്തുതിച്ചുകൊണ്ട് പാടുക. നട തുറന്നു കഴിഞ്ഞാൽ തീറ് കൊട്ടി അവസാനിപ്പിക്കാമെന്ന്. ഇത്രയും ചടങ്ങ് കഴിഞ്ഞാൽ ഒരു സോപാന ഗായകന്റെ കർത്തവ്യം തീരുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രൂപകതാളത്തിലെ കൂർന്ന് പറഞ്ഞു. അതായത് പന്തീരടിക്കും ഉച്ചപ്പൂയ്ക്കും നമ്മൾ രൂപകതാളത്തിലെ കൂർന്ന് പറഞ്ഞു. ആ രൂപകതാളത്തിൽ നമ്മൾ ഉച്ചപ്പൂയ്ക്ക് പാടിയത് മലമാതിന്നു തനയൻ നല്ല മതവാരണ മുഖവൻ പലപോടിലും മധുരം കൊതി പെരുകും കൂടവയറൻ. ഇങ്ങനെ രൂപകതാളത്തിൽ പാടിക്കഴിഞ്ഞാൽ രൂപകതാളത്തിലെ കൂറ് കൊട്ടണം. അതായത് ഓരോ പൂജകൾക്ക് അനുസൃതമായിട്ടുള്ള ചാണികൾ കൂറ് കൊട്ടണം. ആ രൂപകതാളത്തിലെ കൂറ് ഒന്ന് നമുക്ക് കേൾക്കാം. അതിന്റെ ചൊൽക്കെട്ട് ഇങ്ങനെ വരുന്നത് തേങ്കു തേങ്കു താളം തേങ്കു 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 തേം തിത്തേം തത്താക്കു തേങ്കു തത്താക്കു തേങ്കു ഇങ്ങനെ തുടർന്നു പോകും. അതിന് ഒരു 4 തരത്തിൽ കൊട്ട് അതിന്റെ തീറ് കൊട്ട് ഇങ്ങനെ ഓരോ കൂറിനും അങ്ങനെയുള്ള ചിട്ടകളുണ്ട്. അപ്പൊ അതൊന്ന് ആദ്യത്തെ ഒരു കണ്ണം. ഇങ്ങനെ ഉള്ള ചൊൽക്കെട്ടുകളിലൂടെ കടന്നു എല്ലാ ഇടയ്ക്കാക്കൂറുകൾക്കും അതിൻ്റെതായിട്ടുള്ള താളവ്യത്യാസ ചൊൽക്കെട്ടുകളുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ കടന്നു കഴിഞ്ഞു. ആ ഒരു ഉച്ചപ്പാടത്തെ സന്യാസി നമുക്ക് നോക്കാം.
ഈശം പാഹി അരവിന്ദ ലോചനേ അന്നപൂർണേശ്വരി അഭയം ഇങ്ങനെ ഉച്ചപൂജയോടനുബന്ധിച്ച് നമ്മൾ സന്യാസരാഗത്തിൽ പാടി കൂടെ ഉണ്ട്. ഉച്ചപൂജ ഇപ്പോൾ നമ്മൾ സമയം കഴിഞ്ഞു വന്നാൽ നമ്മളിപ്പോൾ മലഹരി രാഗത്തിലാണ് പാടിയത്. സമയമൊക്കെ കഴിഞ്ഞ് 12 മണി കഴിഞ്ഞൊക്കെ, അതായത് 1 മണി 2 മണിക്കൊക്കെ ഉച്ചപൂജ വരികയാണെങ്കിൽ നമ്മളൊരു ചെറിയൊരു മാറ്റം ത്യാണി പാടുന്നതിന് നമ്മൾ അപ്പോൾ അതിന് ആഹരി രാഗത്തിൽ ത്യാണി പാടണമെന്നാണ് ഒരു ചിട്ട പറയുന്നത്. ഇതെല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്ക് തോളത്തിട്ട് വെറുതെ ഒരു ഇടയ്ക്ക് ഒട്ടി ഒരു കീർത്തനം പാടിയാലോ സോപാന സംഗീതം അവലിൻ്റെ ചിട്ടവട്ടങ്ങളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ അതിന് ഒരു ആധികാരികതയുള്ള ഒരു പ്രൗഢിയുള്ളൂ. അപ്പോൾ നമ്മൾ ആഹിരി രാഗത്തിലുള്ള ഇതിങ്ങനെ പാടണമെന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞില്ല. ആ ഒരു ത്യാണിയും കൂടി ഞാനിപ്പോൾ ഒന്ന് പാടാം. അതായത് മലഹരി രാഗത്തിൽ നമ്മൾ മലമാതിന്നു തനയൻ നല്ല എന്നാണ് നമ്മൾ പാടിയത്. അതൊന്ന് രാഗം മാറി ആഹിരി രാഗത്തിലേക്ക് നമ്മൾ പാടണം. അപ്പൊ അതിനൊരു ത്യാണി പറഞ്ഞിട്ടുണ്ട്. कंसहिंसनवायोने जय कंसहिंसनवायोने जय कामित जन मोहन जय कायमूनिरमायोने കടൽ വർണ്ണരെ ഇതാ ജയ രാപ്പകൽ പുകട്ടുന്നവരുടെ ശത്രു സംഹാര കാരണേ ജയ രാമമംഗലം അൻപഴും അപ്പോൾ സമയം മാറിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ത്യാണിയുടെ രാഗം മാറി. അതിനായൊരു സാഹിത്യം നമ്മൾ പാടി. ഇതിനും ത്രിപുട താളത്തിലാണ് പാടുക. അപ്പോൾ അതിന് ഇടയ്ക്ക് പൂർണ്ണ മാറ്റം വന്നില്ല. ഇതേപോലെ തന്നെയാണ് ദീപാരാധന അത്താഴപൂജയ്ക്കും. അതായത് ദീപാരാധനയ്ക്ക് പാടുന്നത് സാധാരണയായിട്ട് സാമന്ത മലഹരി രാഗത്തിൽ പാടും, അല്ലെങ്കിൽ നാട്ടരാഗത്തിൽ പാടും. സാമന്ത മലഹരി രാഗത്തിൽ ഇപ്പോൾ നമ്മളെല്ലാവർക്കും ഇപ്പോൾ പാടി അറിയാൻ പറ്റും. നീലകണ്ഠ മനോഹരേ
എല്ലാവരും സിനിമയിലൂടെ കേട്ടു, എല്ലാവരും കേട്ടു. അപ്പോൾ നമ്മൾ പാടുന്നതിനൊരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് സോപാന ശൈലിയിൽ പാടുമ്പോൾ ഇതും സോപാന ശൈലിയിലാണ് പറഞ്ഞ് നമ്മൾ കേട്ടത്. ഇത് ഇടയ്ക്ക് പൊട്ടിയാണ് പാടുന്നതെങ്കിലും നീലകണ്ഠ മനോഹര ജയ നീലകണ്ഠ വിലോചന ജയ നീലകുന്തള ജാല സംഗത ബാലചന്ദ്ര വിഭൂഷണേ ജയ. ഇങ്ങനെ ഒന്ന് മാറിപ്പാടുന്ന, അതായത് നമ്മുടെ ഗുരുകാരണവന്മാർ ഇങ്ങനെ പഴയ ആൾക്കാരെല്ലാവരും പാടിത്തരുന്ന ഈ രീതിയിലാണ്. അപ്പോൾ അങ്ങനെ സാനന്ദ മലഹരിയിൽ പാടി. ഇതേപോലെ തന്നെ നാട്ടരാഗം ദീപാരാനിക്കാവാം. ഞാൻ വീണ്ടും എടുത്തു പറയുന്നത് ത്യാണികളുടെ പാടുന്ന രാഗങ്ങളുടെ മാറ്റത്തിലാണ് പറയുന്നത്. നാട്ടരാഗത്തിൽ പാടാം. അത് നമ്മൾ നാട്ടരാഗത്തിൽ പാടുമ്പോൾ പത്മനാഭമുകുന്ദമാധവ പത്മീരമണ അച്യുതാനന്ദ പത്മജഗദാദി ശോഭിത വാണി പത്മ രമാപദേ ജയ ഭക്തവത്സല മുക്തിദായക ചിൽസ്വരൂപ പുരാണ പൂരുഷ കൃഷ്ണ ദാമോദര അച്യുതാനന്ദ പക്ഷിവാഹന പാഹി മാം ജയ. ഇങ്ങനെ കാണണം. അതിപ്പോൾ ഈ നാട്ടരാഗ പൂജ, ആ പൂജ ആകുമ്പോൾ നമ്മുടെ പൂജാവിധികളിലെ ഒരു അത്താഴപ്പൂജ നമ്മൾ പാടുന്നത്, അത്താഴപ്പൂജ പാടുന്നത് അതായത് അന്ധരി രാഗത്തിൽ പാടുന്നുണ്ട്. അതവിടെ ഒരു നാട്യം പാടുന്ന ഒരു ശൈലി, തുടിയോട് കുടലോട് വീണതാളെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനും ഇതേപോലെ ത്യാണിയുമായി ബന്ധപ്പെട്ട് അന്ധരി രാഗത്തിലാണെന്നാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുപോലെ അത്താഴപ്പൂജയ്ക്കുള്ളൊരു ഞാൻ തുടിയോട് കുടലോട് വീണതാളം, അതാണ് ഒരു ഭൗളി രാഗം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ ഇത്രയും എടുത്തെടുത്ത് പറയുന്നത് ഓരോ രാഗങ്ങൾക്ക് അനുസൃതമായിട്ട് ഓരോ ത്യാണികളും ഓരോ പൂജയ്ക്ക് അനുസൃതമായിട്ട് നമുക്ക് ആധികാരികമായിട്ട് ഇന്ന രാഗത്തിൽ വേണമെന്ന് നമ്മുടെ ഗുരുപരമ്പര നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം കടന്നു പോയതിന് ശേഷം മാത്രമേ സമയബന്ധ രാഗങ്ങളും മൂർത്തി വേദം അനുസരിച്ചുള്ള കീർത്തനങ്ങളാകാവൂ. അപ്പോൾ ആ താഴ്പൂജയുടെ ഒരു ത്യാണി എന്ന് പറയുന്നത് ത്യാണി എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പാടാൻ ഉദ്ദേശിക്കുന്നത് നാട്യം എന്നുള്ള രീതിയിലും ഇതിനെ പറയാം. അതായത് നാട്യരീതിയിൽ പാടേണ്ടതാണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു നിയമം കൂടി സോപാന സംഗീതം നാട്യം എന്നുള്ളൊരു രീതിയിലും പറയേണ്ട സൂചിപ്പുകൾ. അപ്പോൾ അതൊന്ന് പാടാം. അതും അത്താഴപൂജയുടെ ആയിട്ട് പറയുന്നത്. തുടിയോടു കുഴലോടു വീണ താളം പൊടിയും നല്ല രവങ്ങൾ മാലശൂലം ജഡമൂടി പുനരോടു തുമ്പ പൊന്മാൻ ചമയങ്ങളിവ പല പാമ്പു ചെന്തേ ഉടനുടൻ
നമ്മുടേതായിട്ടുള്ള ആ ഒരു പൂജാവിധിയുമായിട്ടുള്ള ബന്ധപ്പെട്ടത് ഉഷപൂജ, തീർത്ഥപൂജ, അങ്ങനെയുള്ള പൂജകളുടെ കാര്യങ്ങൾ പറഞ്ഞു. അതായത് ദേവന്മാരെ സൂചിച്ച ദേവി ദേവന്മാരെ സൂചിച്ചുള്ള കീർത്തനങ്ങളാവാം. ഇതേപോലെ തന്നെ ശിവക്ഷേത്രത്തിലെ പ്രദോഷ പൂജയുമായി ബന്ധപ്പെട്ട് അപ്പോൾ നമ്മളത് ത്രിപുട താളത്തിലെ ത്യാണിപാടി ത്രിപുടയിലെ കൂറുകൊട്ടി രൂപകതാളത്തിന് പ്രദോഷ പൂജയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ അവിടെ ദീപാരാധനയോട് അനുബന്ധിച്ചാണ് പ്രദോഷ പൂജ നമ്മൾ സാധാരണയായിട്ട്. പ്രദോഷ പൂജാതി സമയത്ത് നമ്മൾ ആ പാടുന്ന ത്യാണിയിൽ ചെറിയൊരു മാറ്റമുണ്ട്. അതായത് അതിനൊരു രാഗം മാറ്റിയിട്ട് നമ്മൾ ഒരു പാടുന്ന, അതായത് അതിൻ്റെ താളം മാറും. പ്രദോഷ പൂജാതി ദിവസങ്ങളിൽ മാറും. ശിവക്ഷേത്രത്തിൽ സാധാരണ ദീപാരാധനയ്ക്ക് സാമന്തം ലഹരി പാടും, നാട്ടയിൽ പാടുമെങ്കിലും പ്രദോഷ പൂജയുമായി ബന്ധപ്പെട്ട് പാടുമ്പോൾ അതിന് ചെമ്പതാളത്തിൽ പാടുന്ന ത്യാണിയാണ്. ആ ഒരു ത്യാണി രണ്ടുപേര് പാടിയിട്ട് അതിൻ്റെ ബാക്കി, അതായത് അതിനൊരു മാറ്റം പ്രദോഷ പൂജ എന്നുള്ള രീതിയിൽ സോപാന സംഗീതത്തിൽ നമ്മൾ പാടുമ്പോൾ നമ്മൾ അതിനൊരു മാറ്റം വേണമെന്നാണ്. അത് നമ്മൾ പാടുന്ന ചെമ്പതാളത്തിലാണ് പാടുക. കലമതി അണി ജടയിൽ ഗണപതി കഴൽ പോറ്റി. ഇങ്ങനെ ഈ ചമ്പതാളത്തിലുള്ള 8 വരെയുള്ള ഇത് പാടണം. ചമ്പതാളത്തിലുള്ളത് പാടിയതിനു ശേഷം ചമ്പതാളത്തിൽ ഇടയ്ക്കാക്കൂറ് കൊട്ടണം. അതേപോലെ ഏകതാളത്തിൽ ഇപ്പോൾ നമ്മൾ തുടിയോട് കുഴലോട് വീണതാളം പാടുമ്പോൾ അതിന് ഏകതാളത്തിൽ ഇടയ്ക്കാക്കൂറ് കൊട്ടണം. അതായത് 4 താളത്തിലുള്ള ത്യാണികൾ പാടുമ്പോൾ 4 താളത്തിലെ കൂറ് കൊട്ടണമെന്നാണ്. ത്രിപുട താളത്തിലെ ത്യാണിക്ക് ത്രിപുട താളത്തിലെ കൂറ്, രൂപക താളത്തിലെ ത്യാണി പാടുമ്പോൾ രൂപക താളത്തിലെ കൂറ്, ചമ്പതാളത്തിൽ പാടുമ്പോൾ ചമ്പതാളത്തിൽ ഇടയ്ക്കാക്കൂറ്, ഏകതാളത്തിൽ പാടുമ്പോൾ ഇങ്ങനെ 4 ത്യാണികൾ താള വ്യത്യാസത്തിലുള്ള ത്യാണികൾ പാടുമ്പോൾ ത്യാണികൾ അതിനനുസരിച്ചുള്ള ഇടയ്ക്കാക്കൂറുകളും കൊട്ടണമെന്നാണ്. ഇങ്ങനെയുള്ള ചിട്ടവട്ടങ്ങളിലൂടെ സഞ്ചരിച്ച് നമ്മൾ നട തുറന്നു കഴിയുമ്പോൾ ഇടയ്ക്കൽ തീറുകൊട്ടി അവസാനിപ്പിക്കണം. തീറുകൊട്ടി അവസാനിപ്പിക്കണം. അങ്ങനെയാണ് ഒരു ചിട്ടവട്ടം. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ചിട്ടകളിലൂടെ വന്ന് നട തുറന്ന് തീറുകൊട്ടി അവസാനിപ്പിക്കുക. ആ തീറുകൊട്ടിൽ നമുക്ക് എന്തായാലും നമ്മളിത് ഇതിനോടനുബന്ധിച്ച് പാടി കഴിയുന്ന അവസാനിപ്പിക്കലാവാം. ഇതേപോലെ തന്നെ സോപാന സംഗീതത്തിലൊരു ചിട്ടയിൽ ഏറ്റവും വിശിഷ്ടമായ ഒരു കാര്യമുണ്ട്. അതായത് ഉത്സവാദി കാര്യങ്ങൾ, പള്ളിവേട്ട കഴിഞ്ഞ് ഭഗവാനെ പള്ളി ഉറക്കത്തിലേക്ക് കഴിഞ്ഞ് പള്ളി ഉണർത്തൽ എന്ന് പറഞ്ഞ ചടങ്ങ് ഏറ്റവും വിശിഷ്ടമായ ഒരു ചടങ്ങ്. ആ പള്ളി ഉണർത്തുന്ന സമയത്ത്, അതായത് പള്ളിക്കുറിപ്പ് കഴിഞ്ഞ് പള്ളി നിദ്രയിലാക്കി തിരിച്ച് പള്ളി ഉണർത്തുന്ന സമയത്ത് സോപാന ഗായകൻ ആരംഭിക്കുക. അതായത് ആ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സോപാന ഗായകന് ചെയ്യേണ്ടുന്ന ഒരു ക്രിയ. അതായത് അത് ഏറ്റവും വിശിഷ്ടമായെന്ന് പറയാനായിട്ട് നമ്മൾ ഈ പാലിച്ചു വരുന്ന എല്ലാ ചിട്ടകളിലൂടെ കടന്നു പോകുന്ന ഇടയ്ക്കാക്കൂറായാലും പിന്നെ അതിനോടനുബന്ധിച്ച് വരുന്ന കാര്യങ്ങളെല്ലാം ഒരു സമയത്ത് ചെയ്യേണ്ടത്. അതായത് ആ പള്ളി ഉണർത്തുന്ന, അതായത് ഭഗവാനെ പള്ളി ഉറക്കിയതിന് ശേഷം പള്ളി ഉറക്കുന്ന സമയത്ത് അവിടെ അഭിഷേകം കാര്യങ്ങൾ നടക്കുമ്പോൾ സോപാന ഗായകൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, അത് വലിയ ഗണപതി കൂട്ടുക. അതായത് പള്ളി ഉണർത്തലിന് പള്ളിച്ചിന്ത് പാടുക എന്ന് പറയുന്ന കുറച്ച് വരികൾ പാടിയത് പുറനീര് രാഗത്തിൽ പാടണം. വെളുപ്പിനായതുകൊണ്ടായിരിക്കാം സാധാരണയായിട്ട് പുറനീര് രാഗത്തിൽ പാടണം. അതിനോടനുബന്ധിച്ച് ആ താളത്തിൽ പാടിക്കഴിഞ്ഞാൽ അത് പള്ളിച്ചിന്ത് എന്ന് പറഞ്ഞ പാടിയതിന് ശേഷം വലിയ ഗണപതി എന്ന് പറയുന്ന ഒരു ചൊൽക്കെട്ട് വലിയ ഗണപതി കൊട്ടണം. അത് കൊട്ടിയതിന് ശേഷം ഇതേ പറഞ്ഞ ത്രിപുട രൂപകം ചമ്പ ഏകം എന്ന് പറഞ്ഞാൽ ഇതേ താളത്തിൽ ഉള്ള സ്തുതിപ്പുകൾ 8 വരെയുള്ള സ്തുതിപ്പുകൾ പാടി ഓരോ താളത്തിൽ പാടുമ്പോഴും അതിൻ്റെ ഇടയ്ക്കാക്കൂറ് കൊട്ടണം. അപ്പൊ ഈ 4 ഇടയ്ക്കാക്കൂറും 4 താളത്തിൽ പാടുന്നതിനും 4 ഇടയ്ക്കാക്കൂറ് കൊട്ടുന്ന ഒരു അവസരമാണ് ഈ പള്ളി ഉണർത്തലിന് നമ്മൾ ചെയ്യുന്ന പള്ളിച്ചിന്തൽ. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് ചെയ്യാനുള്ള അവസരമുള്ളൂ. അതായത് ഈ പള്ളി ഉണർത്തൽ സമയത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു സോപാന എന്തായാലും നമ്മൾ സോപാന സംഗീതം ആലപിക്കുന്ന ആളാണെങ്കിൽ
ഇതേപോലുള്ള ചിട്ടകളിലൂടെ തുടർന്ന് വരുവാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളും നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അത് എന്നാലേ നമ്മളൊരു പരിപൂർണതയിലേക്ക് പഠിക്കുന്ന ആളാണെങ്കിലും എത്തുകയുള്ളൂ. അപ്പോൾ നിർബന്ധമായിട്ട് ഇങ്ങനെ ഒരു പള്ളിച്ചിന്ത് പാടാറായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ചിട്ടയായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യാറായിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് ആ പള്ളിച്ചിന്ത് എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ ഒരു രൂപം എന്തായാലും ഈ ഒരു അവസരത്തിൽ ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട്, അതായത് പഠിക്കുന്നവർക്കും ഇത് എത്ര പേർക്ക് അറിവുണ്ട്. അതായത് പള്ളിവേട്ട കഴിഞ്ഞ് വന്നാൽ പിന്നെ അകത്ത് കിടക്കുന്ന ചടങ്ങുകൾ ഈ ഒരു സദസ്സിൽ ഞാനത് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എല്ലാവരും ആചാര്യന്മാരും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവരും ആയിരിക്കെങ്കിൽ തന്നെയും ഒരു സദസ്സെന്നുള്ള രീതിയിൽ, ഞാനൊരു അവതാരകം എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്, എല്ലാവരും അറിവിലേക്ക്. അപ്പോൾ അങ്ങനെ ആ ഒരു പള്ളി, അതായത് ആ പൂജ നടക്കുമ്പോഴും അഭിഷേകങ്ങളും നടക്കുമ്പോഴെല്ലാം സോപാന സംഗീതം ആലപിക്കുന്ന രീതിയുണ്ട്. ഒട്ടുമിക്ക ആൾക്കാർക്കും അത് സോപാന സംഗീതം ആലപിക്കുന്നത് അത്രേ അറിയുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത്. വീണ്ടും പറയുന്ന ഈ ഒരു സദസ്സിൽ ഇത് ആചാര്യന്മാർ അതിനോടനുബന്ധിച്ച് ഉള്ളതുകൊണ്ട് ഞാനത് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ തന്നെയും പഠിക്കുന്നവരുണ്ട്, അല്ലാതെ സോപാനം ആസ്വദിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ അതിനാ പള്ളിച്ചിന്ത എന്ന് പറയുന്ന ആ ഒരു ഭഗവാനെ സൂചിച്ചുകൊണ്ടുള്ള, അതായത് മൂർത്തിയെ സൂചിച്ചുകൊണ്ടുള്ള കാര്യങ്ങളും പുറമേ നാഗത്തിൽ പാടിയതിനു ശേഷം ആ പള്ളിച്ചിന്ത വലിയ ഗണപതിയിൽ ചൊല്ലും, അത് കൊട്ടി കേൾപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പം പള്ളി ഉണർത്താനുള്ള അവിടെ പൂജാതി കാര്യങ്ങളും അവിടെ നടത്തുന്നു. നമ്മൾ സോപാന ഇങ്ങനെയുള്ള ഒരു
പുറനീര് രാഗത്തിന് പാടിയതിന് ശേഷം വലിയ ഗണപതി എന്ന് പറയുന്ന ഒരു ചൊൽക്കെട്ട് അത് എഴുതി വച്ചിരിക്കുന്നതാണ്. ഈ ഇടയ്ക്കാക്കൂറ് പോലെ തന്നെ ഒരു ചൊൽക്കെട്ട് എഴുതി വച്ചിട്ടുണ്ട്. ആ ചൊൽക്കെട്ട് ഇടയ്ക്കയിൽ കൊട്ടണമെന്നാണ്. അതിൻ്റെ ആ വലിയ ഗണപതിയുടെ വായ്ത്താരിയും ഞാനൊന്ന് പറയാം, അതിനുശേഷം ഒന്ന് കൊട്ടി കാണിക്കാം. അതിൻ്റെ ചൊൽക്കെട്ട് ഇങ്ങനെയാണ്. ഒത്തിരി നീളമുള്ളതാണ്, എങ്കിലും ഞാനത് ചൊല്ലാം. താളത്തിലാണ്, ഏകതാളത്തിലാണ് ചെയ്യുന്നത്. അതിനോടനുബന്ധിച്ച് അത് ഇടയ്ക്കൽ കൊട്ടി കാണിക്കുകയും ചെയ്യാം. തക്കുക്കും പത്തിത്തിക്കും പത്തിം ജേ 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 കിട കിട തക്കി തക്കുക്കും പത്തിത്തിക്കും പത്തിം ജേ 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 ജീവത്തകൃതകൃത കുത്തക്കു തകൃതകൃത കുത്താം കിട തക്കി തേം കു തേം കിട തക്കി തേം കു തേം ശിവനെ തകൃതേം തിരുമകനെ പിള്ള ഗണപതിയെ ശിവശക്തി ശിവഭക്തി ശിവനുടെ താളത്തിൽ തക്കിട്ടം തക്കിട്ടം തത്ത തക്കിട കിട തക തരികിട കിട തക തക്കിടതേം തകൃതേം ഗുപ്തകൃതേം തിത്തി തിക്കിട കിട തക തരികിട കിട തക തിക്ക തൊക്ക തക്കിക്കിണ്ണം തിക്ക തകൃതേം തിരുതേം ഗുത്തേം ഗുക്കുത്തക്കുത്തേം ദേ ദേശി കിട കിട തക്കിത്തേം കിട തക്കിത കും പ തി തി കും ത കു കുത്ത കിട തക്കിത്തേം ദേം ഗുത്ത കിട തക്കിത്തേം തകൃതേം തേം തകൃതേം തേം കിട കു തകൃത കു തകൃത തക്കിട തക്കു തക്കിട്ടം തകൃതകൃത കിട്ടം താങ്കി താങ്കി കിട തക്കിത്തേം കുത്തേം കിട തക്കിത്തേം ഗുത്ത കുത്തേം. ഇത്രയുമുള്ള ഒരു ചൊൽക്കെട്ട് കൊട്ടണമെന്നാണ്. അപ്പൊ ഇതില് ശിവനെ തകൃതയും ദിനം ഇതൊക്കെ വരണുണ്ട്. അതൊക്കെ അന്ന് എഴുതി വച്ചേക്കുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ഇടയ്ക്കയിലേക്ക് ആകുമ്പോൾ അതിന് ചൊൽക്കെട്ട് നമ്മൾ അതിലേക്കുള്ള അക്ഷരങ്ങളിലേക്ക് ആക്കിയിട്ടാണ് കൊട്ടുക ചെയ്യുക. ഇതിലെല്ലാം ദൈവികമായിട്ടുള്ള പേരുകൾ ഇതൊക്കെ വരണുണ്ട്. ഇതെല്ലാം നമ്മുടെ ഈ ഒരു മൂർത്തിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ആയിരിക്കാം. അങ്ങനെയാണ് നമ്മുടെ ആചാര്യന്മാർ ചെയ്തു വച്ചിരിക്കുന്നത്. ഇത്രയും ഞാനൊന്ന് കൊട്ടി കാണിക്കാം. അതുകൂടി ആകുമ്പോൾ എല്ലാവർക്കും ഞാൻ ചെല്ലിയത് കുറേ നീളമുള്ളതാണ്, പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് വരുമെങ്കിലും ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇത്രയും വലുതാണ് എന്നൊന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം. ഇനി ഒന്നുകൂടി ഇപ്പോൾ ഒരു കാര്യമാണ്, ഇനി സോപാന സംഗീതം കേൾക്കുമ്പോഴോ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കും എല്ലാം ഒരു നടക്കി ചെന്ന് നിൽക്കുമ്പോൾ ഇതെല്ലാം മനസ്സിലുണ്ടാവണം. എന്താണ് ഗായകൻ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലിരുത്തണം. നമ്മൾ അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ വാങ്ങോടും ചോദിക്കാൻ പറയും, എല്ലാം ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു വിശദമായിട്ട് പറയുന്നതും കാര്യങ്ങളും. എന്തായാലും ആ വലിയ ഗണപതി ഒന്ന് ഞാൻ കൊട്ടിക്കാണിക്കാം.
നേരത്തെ പറഞ്ഞ ആ ചൊൽക്കെട്ട് കൊട്ടിയതേ ഉള്ളൂ. ഞാനത് ആദ്യം വാക്കുകൾ പറഞ്ഞു, അത് കൊട്ടി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് നമുക്കൊന്നും മനസ്സിലാവില്ലെങ്കിൽ തന്നെ ഇത്രയും നീളമുള്ള, അതായത് ഈ ആചാരങ്ങളുടെ ഭാഗമായിട്ട് ചെയ്തു വരുന്ന ഇത്രയും വലിയ കാര്യങ്ങളുണ്ട്. തുടർന്ന് നമ്മൾ 4 താളത്തിലുള്ള ഇടയ്ക്കാക്കൂറ് കൊട്ടിയതിന് ശേഷം നമ്മുടെ ആ ക്രിയ അവിടെ പൂജാതി കർമ്മം അവസാനിക്കുന്നതോടുകൂടി നമ്മൾ പള്ളി ഉണർത്തലിൻ്റെ കാര്യങ്ങളും. അപ്പോൾ അത് ഇത്രയും വലിയ ഗണപതി കൊട്ടിയതിന് ശേഷം നമ്മളൊരു കാര്യവും കൂടി നമ്മൾ ചെയ്യാറുണ്ട്. നമ്മളവിടെ പള്ളി ഉണർത്തലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ആ വലിയ ഗണപതി കൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏകതാളത്തിലൊരു കാര്യം പാടാറുണ്ട്. ക്ഷീരപയോനിധി മധ്യേ പരിചോടു ചാരുഭുജംഗമ കൽപേ നിയതം താരിൽ തന്വേ തടമുലയിണ തിരുമാവിലണത്ത് മുകുന്ദമുരാരേ സ്വൈരത പൂണ്ടത പള്ളിയുറങ്ങിന കാരണനേ കരുണാകരനേ ജയ നാരായണനേ പരമപുമാനേ പള്ളിയുണർന്നരുൾ അമലർക്കൊഴുന്നേ അരുണദിവാകരൻ ഉദയം ചെയ്തു തുരമുനിചാരണൊക്കെ ഉണർന്നു പലതരനാദ ഉദലകിൽ മുഴങ്ങി പലതരനാദ ആതുലകിൽ മുഴങ്ങി ഗിരിജേ ഭഗവതി ഉണരുക ശരണം ഗിരിജേ ഭഗവതി ഉണരുക ശരണം ഗിരിജേ ഭഗവതി ഉണരുക ശരണം ശരണം. ഇത്രയും കൂടി പാടി നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ പള്ളി ഉണർത്താൻ എന്ന് പറഞ്ഞ അല്ലേ, നമ്മൾ ഉണർന്ന് നമ്മൾ സ്തുതിച്ചുകൊണ്ടാണ് ഉണരാനായിട്ട് നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ പാടുന്ന ആളാണ്. അപ്പോൾ ഇതെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഭഗവാനിലേക്ക് എത്താം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. തുടർന്ന് 4 താളത്തിലുള്ള വരിക്കാൻ അതും കൂടി ഒന്ന് ആ കൊട്ടുന്നതിനോടൊപ്പം അത്താഴപൂജയായിട്ട് ബന്ധപ്പെട്ട്, അതായത് സമയബന്ധിത രാഗങ്ങൾ. അത്താഴപൂജ എന്ന് പറഞ്ഞ രാത്രിയാണ് വരുന്നത്. സാധാരണ ദിവാരാധന മുതൽ ആനന്ദഭൈരവി, ശങ്കരാഭരണം, തോടി, കല്യാണി, നീലാംബരി ഇങ്ങനെയുള്ള രാഗങ്ങളെല്ലാം നമ്മൾ പാടാറുണ്ട്. അപ്പോൾ അത്താഴപൂജയുമായി ബന്ധപ്പെട്ട് ഒരു നീലാംബരിയിലെ ഒരു 2 വരി പാടിയിട്ട് തീറ് കൊട്ടി അവസാനിപ്പിച്ചാൽ നമ്മുടെ ഈ ഒരു ചടങ്ങെന്ന് പറയുന്ന, അതായത് നമ്മൾ ചെയ്യേണ്ടുന്ന ക്രിയ എന്ന് പറഞ്ഞ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. അത്താഴപൂജയുടെ നമ്മൾ ത്യാണി നേരത്തെ പാടിയിരുന്നു. അപ്പോൾ ആ ഒരു നീലാംബരി 2 വരി പാടും. ചെഞ്ചിതയും അമൃത കലയും പൂർണ്ണ ശ്രീരാംസു ബിംബരുതി
ചെയ്യും പുഞ്ചിരി കലർന്ന മുഖമതിയും കാൺമാനുഞ്ചിരി കലർന്ന മുഖമതിയും കാൺമാൻ ഭൂയോപി വളരുന്നു പാരം അഭിരുചിയും ശ്രീനീല ഗുരുവായൂർക്ക് മുമ്പിലാണെങ്കിൽ മാധവ മാമവ യാദവ കൃഷ്ണ യതുകുല കൃഷ്ണ സാധുജ ആധാര സാർവഭൗമ മാധവ മാമവ ദേവ മാധവ മാമവ ദേവ നട തുറന്നു കഴിഞ്ഞാൽ നമ്മൾ പാടുന്ന കൃതി പാടി അവസാനിപ്പിച്ചതിന് ശേഷം ഇടയ്ക്കയിൽ തീറ് കൂട്ടി അവസാനിപ്പിക്കണം എന്നാ. അപ്പൊ അതുകൂടി ഒന്ന് യാദവ കൃഷ്ണ യതുകുല കൃഷ്ണ ഇത്രയുമായിക്കഴിഞ്ഞാൽ സോപാന ഗായകൻ ചെയ്യേണ്ടുന്ന ഒരു കൃത്യമായിട്ടുള്ള അടുത്ത് ചുറ്റുമുള്ള കാര്യം ഇത്രയും ചെയ്താലേ അതിലേക്ക് ഒരു പരിസമാപ്തിയിലേക്ക് എത്തുള്ളൂ എന്നാണ് എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരും ആസ്വദിക്കുന്നവരും ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ആസ്വദിക്കണം. പഠന സമ്പ്രദായത്തിലേക്ക് ഇത് മുഴുവൻ വരണമെന്നും ഈ ഒരു വേദിയിൽ എല്ലാവരുമായിട്ട് പങ്കെടുക്കുന്നു.